കാത്തിരിപ്പ് അവസാനിപ്പിക്കാമെന്ന് RTO. ഓഫീസുകളിലേക്ക് എത്തുന്നത് 8 ലക്ഷം ലൈസൻസുകളും RC ബുക്കുകളും. പ്രിന്റിംഗ് പ്രസ്സുകൾക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക കാരണം ലൈസൻസുകളുടെയും RC ബുക്കുകളുടെയും പ്രിന്റിംഗ് അനിശ്ചിതാവസ്ഥയിലായിരുന്നു. എന്നാൽ പുതിയ ഒരു സന്തോഷവാർത്ത അറിയിച്ചിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. 2023 നവംബർ മുതലുള്ള സ്മാർട്ട് പെഡ്ജി കാർഡുകൾ അതത് ഓഫീസുകളിൽ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ലിമിറ്റഡാണ് പ്രിന്റ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിൽ 8 കോടിയോളം രൂപ നൽകാനുണ്ട്. 8 ലക്ഷം പെഡ്ജി ഫോമിലുള്ള ഡ്രൈവിംഗ് ലൈസൻസുകളും RC ബുക്കുകളുമാണ് ഓഫീസുകളിലേക്ക് എത്താൻ പോകുന്നത്. കഴിഞ്ഞ വർഷമാണ് ഡ്രൈവിംഗ് ലൈസൻസുകളും RCയും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളുള്ള പെഡ്ജി കാർഡിലേക്ക് മാറ്റുന്നത്. സീരിയൽ നമ്പർ, UV എംബ്ലം, ഗില്ലച്ച് പാറ്റേൺ, മൈക്രോടെക്സ്റ്റ്, ഹോട്ട് സ്റ്റാമ്പഡ് ഹോളോഗ്രാം, ഒപ്റ്റിക്കൽ വേരിയബിൾ ഇങ്ക്, QR കോഡ് എന്നിങ്ങനെ 7 പ്രധാന സുരക്ഷാ ഫീച്ചറുകളാണ് കേരളം നൽകുന്ന ഡ്രൈവിംഗ് ലൈസൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരാശരി 10.35 ലക്ഷം ഡ്രൈവിംഗ് ലൈസൻസാണ് ഒരു വർഷം മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നത്. പുതിയ ലൈസൻസ് ലഭിക്കുന്നവർക്ക് മാത്രമല്ല, പഴയ ലൈസൻസും പുതിയ PVC പെഡ്ജി സ്മാർട്ട് കാർഡിലേക്ക് മാറാനാവും. പഴയ ലൈസൻസിൽ മാറാൻ 200 രൂപയാണ് ഈടാക്കുക. ഡ്യൂപ്ലിക്കേറ്റിന് 1200 രൂപയും. മോട്ടോർ വാഹന വകുപ്പിൻ്റെ മറ്റു വാർത്തകളിലേക്ക് നോക്കിയാൽ, എല്ലാ വാഹന ഉടമകളും അവരവരുടെ ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറും ആധാറിലെ പോലെ പേരും വാഹന സോഫ്റ്റ്വെയറിലെ ഡീറ്റെയിൽസിനൊപ്പം നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. പേരും ഫോൺ നമ്പറും ആധാറിലെ പോലെ ആക്കിയാലേ വാഹന സംബന്ധമായ ഏതൊരു സേവനവും ലഭ്യമാവൂ. ടാക്സ് അടക്കാനായാലും ക്യാമറ ഫൈൻ അടക്കാനായാലും ഇക്കാര്യം നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇതിനായി താഴെ കമൻറ്റിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്കിൽ കയറി നിങ്ങളുടെ വാഹന നമ്പർ എൻ്റർ ചെയ്ത് താഴെ ടിക്ക് മാർക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ വാഹന സംബന്ധമായ ഒരുപാട് സർവീസുകളുടെ ഐക്കണുകൾ കാണാൻ സാധിക്കും. അതിൽ താഴെ ഭാഗത്ത് മൊബൈൽ നമ്പർ അപ്ഡേഷൻ എന്ന ഐക്കൺ ഓപ്പൺ ചെയ്ത് വേണ്ടതായ വിശദാംശങ്ങൾ എൻ്റർ ചെയ്താൽ നമുക്ക് സ്വയം നമ്മുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിനോട് കൂടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഈ വിൻഡോയിൽ ആധാർ നമ്പറും പേരും ആധാറിലെ പോലെ തന്നെയായിരിക്കണം എൻ്റർ ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപക്ഷെ ഇതുവഴി അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പ്രസ്തുത സ്ക്രീൻഷോട്ട് ആദ്യം സേവ് ചെയ്തിടുക. അതിനുശേഷം അടുത്തതായി കാണുന്ന അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന ഐക്കൺ ഓപ്പൺ ചെയ്ത് ആവശ്യപ്പെടുന്ന ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താൽ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ക്രിയേറ്റ് ആവുകയും ആയതിൻ്റെ പ്രിൻ്റ് എടുക്കുകയും ചെയ്യുക. തുടർന്ന് അതിൽ ചോദിക്കുന്ന 3 ഡോക്യുമെൻ്റ് നിർബന്ധമായും അപ്ലോഡ് ചെയ്യണം. ഒന്ന് നേരത്തെ സേവ് ചെയ്ത സ്ക്രീൻഷോട്ട്, രണ്ടാമത്തേത് ആധാറിലെ പോലെ ഒരു ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പർ എന്നുള്ള അപേക്ഷയും, മൂന്നാമത്തേത് ഫോൺ നമ്പറുള്ള ഒരു ആധാർ അല്ലെങ്കിൽ ഈ ആധാറിൻ്റെ പകർപ്പ്. ഈ 4 ഡോക്യുമെൻറ്റും കൂടി പ്രിൻ്റ് എടുത്ത് ഫൈനൽ സബ്മിഷൻ ചെയ്ത് അതത് RTO ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ്. വാഹന ഉടമ മരണപ്പെട്ട സാഹചര്യത്തിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി അടുത്ത അനന്തരാവകാശിയുടെ പേരിലേക്ക് വാഹനം മാറ്റുന്നതിന് വേണ്ട ഫീസ് ഒഴികെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കൺസോൾഡ് രജിസ്റ്ററിംഗ് അതോറിറ്റിയുടെ അനുമതി വാങ്ങിച്ച ഡോക്യുമെൻറ്റും അനന്തരാവകാശിയുടെ ഫോൺ നമ്പറും ഉള്ള ആധാറിൻ്റെ പകർപ്പും അപേക്ഷയും മൊബൈൽ നമ്പറും അപ്ഡേറ്റ് എന്ന ഐക്കണിലൂടെ അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക.